ഇവിടെ നമുക്ക് C++ന്റെ ഹിസ്റ്ററി ഒന്ന് പരിചയപ്പെടാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് BCPL എന്ന് പറയുന്ന ലാംഗ്വേജിൽ നിന്നായിരുന്നു. അതായത് ബേസിക് കമ്പൈൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നാണ് BCPL ലാംഗ്വേജിന്റെ ഫുൾ ഫോം. ഇത് ബെൽ ലബോറട്ടറീസിലായിരുന്നു ഡെവലപ്പ് ചെയ്തിരുന്നത്. എന്നാൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നാണ് ഡെന്നിസ് റിച്ചി C എന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. C എന്ന ലാംഗ്വേജിൽ അല്ലെങ്കിൽ C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡേറ്റ ടൈപ്പ് മറ്റുള്ള ഫീച്ചറുകളും ആഡ് ചെയ്തിരുന്നു. ഡേറ്റ ടൈപ്പ് എന്നാൽ നമ്മൾ പ്രോഗ്രാമിൽ ഏതെല്ലാം ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് അതിനെ ടൈപ്പായിട്ട് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഏതെല്ലാം ഡേറ്റാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെല്ലാം ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണമായി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പൈലർ ഹാൻഡിൽ ചെയ്യുന്നത് നമ്പേഴ്സ് ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ക്യാരക്ടർ ആണെങ്കിൽ ക്യാരക്ടർ എന്ന് പറയണം. ഇത് മെമ്മറി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. ഡേറ്റ ടൈപ്പിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ തുടങ്ങിയത് C എന്ന് പറയുന്ന ലാംഗ്വേജിലാണ്. ഇത് ഡെവലപ്പ് ചെയ്തിരുന്നത് യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. C എന്ന ലാംഗ്വേജിൽ നിന്നാണ് തൊട്ടടുത്ത ലാംഗ്വേജായ C++ അല്ലെങ്കിൽ C വിത്ത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഏർലി 1980s ബീജൻ സ്റ്റോസ്ട്രോപ്പ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്, അതും ബെൽ ലബോറട്ടറീസിൽ. സിയിൽ നിന്നും അല്ലെങ്കിൽ C എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടാണ് C++ എന്ന ലാംഗ്വേജിന്റെ പിറവി. C++ എന്ന ലാംഗ്വേജിൽ ഡേറ്റ ടൈപ്പും ഫീച്ചേഴ്സും C ലാംഗ്വേജിൽ ഉള്ളതുപോലെ തന്നെ, എന്നാൽ അതിൽ കൂടുതലായി ഊപ്സ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് തുടങ്ങുന്ന ലാംഗ്വേജ് C++ ആണ്. ഇന്ന് ഊപ്സ് കൺസെപ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി ലാംഗ്വേജുകളുണ്ട്. അതായത് ഇന്നിറങ്ങുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനായിട്ടും അതേപോലെ തന്നെ എംബഡഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനായിട്ടും മറ്റ് വെബ്സൈറ്റ് ഡിസൈനിങ് തുടങ്ങി എല്ലാ ആപ്ലിക്കേഷൻ ലെവലുള്ള അതേപോലെ തന്നെ സിസ്റ്റം ലെവലുള്ള പ്രോഗ്രാമിങ്ങിനും നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന C#, ജാവ, C++ തുടങ്ങിയ ലാംഗ്വേജ് എല്ലാത്തിലും ഊപ്സ് എന്ന കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തുടക്കം C++ എന്ന ലാംഗ്വേജിൽ നിന്നാണ്. ഊപ്സ് എന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്. ഊപ്സ് കൺസെപ്റ്റിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കും പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കും പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്നത് എന്തുമാവാം. നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രോഗ്രാം ചെയ്യുന്നത് അതിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മാർക്ക് എൻ്റർ ചെയ്യാനും അവരെ ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുവാനും അല്ലെങ്കിൽ അവർ ഗ്രേഡിംഗ് സിസ്റ്റം കണ്ടുപിടിക്കുവാനും വേണ്ടി നമ്മൾ ഒരു C++ പ്രോഗ്രാം ചെയ്യുന്നു എന്നിരിക്കട്ടെ. ഇവിടെ സ്റ്റുഡന്റ് ആണ് ഒബ്ജക്റ്റ്. അതേപോലെ തന്നെ മാർക്കും എക്സാമും ഇവിടെ മറ്റ് ഓബ്ജക്റ്റുകളായി വരുന്നു. C++ പ്രോഗ്രാമിൽ ഈ ഓബ്ജക്റ്റിനെ എല്ലാം തന്നെ ലിങ്ക് ചെയ്ത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമുകൾ റീയൂസ് ചെയ്ത് കോഡിംഗ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിന്റെയും C++ന്റെയും പ്രത്യേകത. C++ൽ അടുത്ത നമ്മൾക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സിനെ ഒന്ന് പരിചയപ്പെടാം. Cin എന്ന് പറയുന്ന കീവേഡ്സ് കീബോർഡിൽ നിന്നും ഡേറ്റ റീഡ് ചെയ്യാനും അതേപോലെ തന്നെ Cout എന്ന സ്റ്റേറ്റ്മെന്റ് തിരികെ മോണിറ്ററിലേക്ക് ഔട്ട്പുട്ടിനെ ഡിസ്പ്ലേ ചെയ്യാനും ഉപയോഗിക്കുന്നു. അടുത്തതായി C++ പ്രോഗ്രാമിൽ രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ രണ്ട് ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതായത് iostream.h, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് stream.h, അതേപോലെ തന്നെ രണ്ടാമത്തെ ഹെഡർ ഫയലായ കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്.h. ഈ രണ്ട് ഹെഡർ ഫയൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പ്രോഗ്രാമിന്റെ തുടക്കമായ മെയിൻ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നു, അതായത് വോയിഡ് മെയിൻ. ഇനി ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾക്ക് വേണ്ടുന്നത് രണ്ട് നമ്പറിന്റെ അഡീഷൻ ആണ്. രണ്ട് നമ്പറിന്റെ അഡീഷൻ ആകുമ്പോൾ എത്ര മെമ്മറി സ്പേസ് നമ്മൾക്ക് ആവശ്യമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് രണ്ട് നമ്പറിനെ നമ്മൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ
ഈ രണ്ട് നമ്പറിന്റെ അഡീഷനായി കിട്ടുന്ന നമ്പറിനെയും കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രോഗ്രാം ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്ക് എത്ര മെമ്മറി സ്പേസ് വേണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ 3 മെമ്മറി സ്പേസ് നമ്മൾക്ക് ആവശ്യമാണ്. അതിനാൽ ഇവിടെ 3 മെമ്മറി വേരിയബിൾ പറഞ്ഞിരിക്കുന്നു, എ, ബി, സി. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ മെമ്മറിയെ അല്ലെങ്കിൽ ഈ ഐഡന്റിഫയറിനെ നമ്മൾക്ക് നെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്പർ 1 എന്നോ നമ്പർ 2 എന്നോ അല്ലെങ്കിൽ റിസൾട്ട് എന്നോ സം എന്നോ എന്ത് വേണമെങ്കിലും പറയാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ എ ബി സി എന്നാണ് നൽകിയിരിക്കുന്നത്. എ ബി സി എന്നാൽ എ എന്ന് പറയുന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് ആദ്യത്തെ നമ്പർ സ്റ്റോർ ചെയ്യാനും ബി എന്ന ഈ ലൊക്കേഷനിലേക്ക് രണ്ടാമത്തെ നമ്പറും അതേപോലെ തന്നെ സിയിലേക്ക് റിസൾട്ടും. ഇനി കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ക്ലിയർ ചെയ്യുന്നതിനായി ക്ലിയർ സ്ക്രീൻ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് ആദ്യത്തെ മെസ്സേജ് നമ്മൾക്ക് വേണ്ടി പ്രിന്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പ്രിന്റ് ചെയ്യുകയാണ്. അതായത് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് നമ്മൾ എന്താണോ നൽകുന്നത് അത് അതേ രീതിയിൽ തന്നെ സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. ഈ സ്ക്രീൻ അല്ലെങ്കിൽ ഈ മെസ്സേജ് ഇവിടെ നൽകണമെന്നില്ല. എന്നാൽ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടെ ഈ ഒരു മെസ്സേജ് നൽകുന്നത്. നമ്മൾ ഈ ഒരു മെസ്സേജ് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു ഇൻപുട്ട് കിട്ടുന്നതിനായി പ്രോഗ്രാം വെയിറ്റ് ചെയ്യും. അതായത് അടുത്തതായി നമ്മൾ നൽകിയിരിക്കുന്നത് സി ഇൻ എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സി ഇൻ എന്ന ഈ വാക്ക് അല്ലെങ്കിൽ ഈ ഒരു കീവേഡ് നൽകി കഴിഞ്ഞാൽ കീബോർഡിൽ നിന്നും നമ്മൾ നൽകുന്ന വാല്യൂ റീഡ് ചെയ്ത് കീയിനിന്റെ സിമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഐഡന്റിഫയർ അല്ലെങ്കിൽ വേരിയബിൾ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ആ വാല്യൂ ലഭിക്കുന്നവരെ ഈ പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് നമ്മൾ ആദ്യത്തെ നമ്പർ എൻ്റർ ചെയ്യും. അത് എ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ ഈ താൽക്കാലിക മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യും. അതായത് എൻ്റർ സെക്കൻഡ് നമ്പർ. വീണ്ടും അടുത്ത നമ്പർ കിട്ടുന്നതിന് വേണ്ടി പ്രോഗ്രാം അവിടെ വെയിറ്റ് ചെയ്യും. രണ്ടാമത് നൽകുന്ന നമ്പർ ബി എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആകുന്നതും അതിനുശേഷം അടുത്ത അരിത്തമാറ്റിക് കാൽക്കുലേഷൻ നടക്കുന്നത്. അതായത് എക്കകത്തുള്ള മെമ്മറിയുടെ വാല്യൂ ബിക്കകത്തുള്ള മെമ്മറിയുടെ വാല്യൂയും കൂടി ആഡ് ചെയ്ത് സി എന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഇതേ രീതിയിൽ മെസ്സേജ് ഡിസ്പ്ലേ, അതായത് അഡീഷൻ ഈക്വൽ ടു എത്രയാണോ നമ്മൾ നൽകുന്ന വാല്യൂ എത്രയാണോ അല്ലെങ്കിൽ അഡീഷനായിട്ട് കിട്ടിയ വാല്യൂ എത്രയാണോ അത് പ്രിന്റ് ചെയ്യുന്നതാണ്. കീബോർഡിൽ മറ്റേതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നവരെ ഈ ഒരു റിസൾട്ട് നമ്മൾക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഗെറ്റ് സി എച്ച് എന്ന ഈ ഫംഗ്ഷൻ ഒരു ക്യാരക്ടർ റീഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാം അവിടെ എൻഡ് ചെയ്ത് തിരികെ എഡിറ്ററിലേക്ക് വരുന്നതാണ്. ഇതാ ഇവിടെ നമുക്ക് മറ്റൊരു പ്രോഗ്രാം നോക്കാം. അതായത് രണ്ട് നമ്പറിന്റെ സബ്സ്ട്രാക്ഷനും അതേപോലെ തന്നെ ആ നമ്പറിന്റെ ഡിവിഷനും. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രോഗ്രാമിൽ ആദ്യമായി ഹെഡർ ഫയൽ പറഞ്ഞിരിക്കുന്നു. പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് തുടങ്ങുന്നത് മെയിൻ എന്ന ഈ സെക്ഷനിൽ നിന്നാണ്. അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ടുന്നത് ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എത്ര ഇൻപുട്ടാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്, അത് ഏത് രീതിയിലുള്ള ഇൻപുട്ടാണ് എന്നുള്ളതാണ്. രണ്ട് ഇൻഡിജർ നമ്പറിന്റെ ഇൻപുട്ടാണ് നമ്മൾക്ക് ആവശ്യം. ഈ രണ്ട് നമ്പറിനെയാണ് നമ്മൾ ഡിവിഷനും സബ്ട്രാക്ഷനുമായി മാറ്റുന്നത്. അപ്പോൾ രണ്ട് ഇൻപുട്ടും രണ്ട് ഔട്ട്പുട്ടും. അതിനാൽ നമ്മൾക്ക് ഇൻഡിജർ എന്ന മെമ്മറിയിൽ 4 മെമ്മറി സ്പേസ് ആവശ്യമുണ്ട്. ഇത് 4 ഇവിടെ പറയുന്നത് നമ്പർ 1, നമ്പർ 2, ഡിവിഷൻ, സബ്ട്രാക്ഷൻ. എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എന്തിനു വേണ്ടിയാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത്രയും ഇൻപുട്ട് അല്ലെങ്കിൽ എത്ര ഇൻപുട്ട് വേണോ അത്രയും വേരിയബിൾസ് അല്ലെങ്കിൽ അത്രയും മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടായിരിക്കണം. എത്ര ഔട്ട്പുട്ട് ഉണ്ടോ അത്രയും ഔട്ട്പുട്ടും ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി സ്ക്രീൻ ക്ലിയർ ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത ഒരു മെസ്സേജ് ഇവിടെ നൽകുകയാണ്, എൻ്റർ ഫസ്റ്റ് നമ്പർ. കീബോർഡിൽ നിന്നും എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ നമ്പർ 1 എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആവുന്നതാണ്. അടുത്തതായി സ്ക്രീനിലേക്ക് രണ്ടാമത്തെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, എൻ്റർ സെക്കൻഡ് നമ്പർ. രണ്ടാമത് എൻ്റർ ചെയ്യുന്ന നമ്പർ 2 എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ആവും. അതിനുശേഷം നമുക്കിന്നെ ഡിവൈഡ് ചെയ്യണം ആദ്യം ചെയ്യുന്നത്. ഡിവിഷന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിവ് എന്ന് പറയുന്ന ഒരു മെമ്മറി പറഞ്ഞിട്ടുണ്ട്. ഈ വേരിയബിളിലേക്ക് div equal to
നമ്പർ 1 ഡിവൈഡ് ബൈ നമ്പർ 2. ഇതിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ കൊണ്ടുവന്ന് div എന്ന് പറയുന്ന ഈ ഒരു മെമ്മറി അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ. അടുത്തതായി നമ്പർ 1 മൈനസ് നമ്പർ 2 കിട്ടുന്ന റിസൾട്ടിനെ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സബ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി നമ്മൾക്ക് ഇതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുക എന്നതാണ്. ആദ്യമായി ഡിവിഷൻ ഈക്വൽ ടു div എന്ന മെമ്മറിയിൽ കിട്ടിയ റിസൾട്ടിനെ കൊണ്ടുവന്ന് ഇവിടേക്ക് സ്റ്റോർ ചെയ്യും. ശ്രദ്ധിക്കുക, ഇവിടെ ഡിവിഷൻ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ആണ്. ഇവിടെ നമ്മൾക്ക് ആവശ്യമുള്ള മെസ്സേജ് കൊടുക്കാം, ഡിവിഷൻ റിസൾട്ട് എന്നോ അല്ലെങ്കിൽ എന്ത് മെസ്സേജ് വേണോ, അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെയും നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ കൊടുത്തതിന് ശേഷം ഈ മെമ്മറിയുടെ വേരിയബിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിവിഷൻ ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ലൈനിൽ സബ്സ്ട്രാക്ഷൻ ഈക്വൽ ടു സബ്സ്ട്രാക്ഷൻ. ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ C++ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് cout cin. cout എന്ന ഈ ഒരു കീവേഡ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന മെസ്സേജ് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ലൈൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി ലൈൻസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് /n എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ എസ്കേപ്പ് ക്യാരക്ടർ ഡബിൾ കോഡ്സിനുള്ളിൽ പറയുവാണെങ്കിൽ അത് ലൈൻ അവിടെ വെച്ച് ബ്രേക്ക് ആവുന്നതും ഔട്ട്പുട്ടിലേക്ക് അത് ബ്രേക്ക് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നതുമാണ്. ഇതേ രീതിയിൽ തന്നെ മറ്റൊരു കീവേഡായ എൻഡ് ലൈൻ അല്ലെങ്കിൽ ENDL എന്ന കീവേഡും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. cout എന്ന ഈ സ്റ്റേറ്റ്മെന്റിനുള്ളിൽ ഫസ്റ്റ് സെന്റൻസ്, ദെൻ വീണ്ടും cout ഓപ്പറേറ്റർ, എൻഡ് ലൈൻ എന്ന് പറഞ്ഞ് അടുത്ത ലൈനിൽ സെക്കൻഡ് സെന്റൻസ് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പ്രിന്റ് ഔട്ടിൽ ഇതേ രീതിയിൽ രണ്ട് വാക്കായി അല്ലെങ്കിൽ രണ്ട് ലൈനിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് cin. കീബോർഡിൽ നിന്നും ഒരു വാല്യൂ റീഡ് ചെയ്ത് നമ്മൾക്ക് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ cin എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണമായി ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ഈ വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊണ്ടുവരണമെങ്കിൽ cin എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് ഇവിടെ cin എന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്ത് വേരിയബിൾ ഏത് മെമ്മറി ലൊക്കേഷനിലേക്കാണോ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മതിയാവും. ഇത് പ്രോഗ്രാമിൽ നമ്മൾ എവിടെയാണോ cin എന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ കീബോർഡിൽ നിന്നും ഒരു വാല്യൂ നൽകി ഈ മെമ്മറിയിലേക്ക് ആ വാല്യൂ ലഭിക്കുന്നത് വരെ ആ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. അടുത്തതായി വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ്, കോൺസ്റ്റന്റ്സ് ഇതിനെ പരിചയപ്പെടാം. ഡേറ്റ ടൈപ്പ് എന്നാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ, നമ്മൾ C++ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാം എന്തെല്ലാം ഡേറ്റയെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഉദാഹരണമായി ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണ് ഒരു ബാങ്കിങ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ ബാങ്കിലെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ഡിപ്പോസിറ്റ് ഡീറ്റെയിൽസും എല്ലാം തന്നെ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടിയുള്ള മെമ്മറി ലൊക്കേഷൻ, അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രൈമറി മെമ്മറിയിൽ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഏതെല്ലാം ടൈപ്പ് മെമ്മറിയാണ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നേരത്തെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇങ്ങനെ ഡേറ്റയെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെല്ലാം ഡേറ്റയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ടൈപ്സ്. വേരിയബിൾസ് എന്നാൽ ഓരോ വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യണമെന്ന മെമ്മറിക്ക് ഒരു പേര് കൊടുത്തിരിക്കണം. ഇതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ്സ് എന്ന് പറയുന്നത്. ഉദാഹരണമായി ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ നോക്കാം. ഇതൊരു ഉദാഹരണമാണ്. A എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് 5 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യുന്നു. B എന്ന് പറയുന്ന മെമ്മറിയിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ തന്നെ എയുടെ വാല്യൂ 1 ആയിട്ട് കൂട്ടുന്നു. റിസൾട്ട് ഈക്വൽ ടു A - B. ഇതേ രീതിയിൽ കാൽക്കുലേഷൻസ് എന്തുമാകട്ടെ, നമ്മൾക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിരിക്കണം. റിസൾട്ട് സ്റ്റോർ ചെയ്യാനും ഇൻപുട്ട് സ്റ്റോർ ചെയ്യാനും പ്രോഗ്രാം ചെയ്യുമ്പോൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ അതിന് വേണ്ടുന്ന ഇൻപുട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യാനും ഇതേ രീതിയിൽ വേരിയബിൾസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതെല്ലാം ഡേറ്റ ടൈപ്പുകളാണ് ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കുവാൻ സാധിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ നോക്കാം. ഒരു സിംഗിൾ ആൽഫബറ്റ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ക്യാരക്ടർ എന്ന
അല്ലെങ്കിൽ CHR എന്ന ഈ ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഇതിൻ്റെ സൈസ് 1 ബൈറ്റ് ആണ്. അതേപോലെ തന്നെ ഷോർട്ട് ഇൻഡ് സ്റ്റോർ ചെയ്യണം, ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഷോർട്ട് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലോങ് ഇൻറ്റിജർ ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ലോങ് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഇൻറ്റിജർ വാല്യൂ 16 ബിറ്റ് മുതൽ അല്ലെങ്കിൽ 32 ബിറ്റ് വരെയുള്ള ഇൻറ്റിജർ വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഇൻറ്റ് എന്ന ഈ ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. ഡെസിമൽ പോയിന്റ് വാല്യൂസ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അതായത് 7 ഡിജിറ്റ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് 15 ഡിജിറ്റ്സ് വരെയുള്ള ഡെസിമൽ പോയിന്റ് വാല്യൂസ് നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോങ് ഡബിൾ എന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് 19 ഡിജിറ്റ് വരെയുള്ള ഡെസിമൽ പോയിന്റ് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. ട്രൂ ഓർ ഫാൾസ് എന്ന വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ ബൂൾ അല്ലെങ്കിൽ ബുലിയൻ വാല്യൂ സ്റ്റോർ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാം. അടുത്തതായി എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടുന്ന ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു പ്രോഗ്രാം ചെയ്തു തുടങ്ങുമ്പോൾ അതിൽ ഏതെല്ലാം ഡേറ്റയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരിക്കണം. ഉദാഹരണമായി ഒരു ഇൻറ്റിജർ നമ്പർ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് പറഞ്ഞിരിക്കണം. അടുത്തതായി ആ ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻറ്റിജർ മെമ്മറിക്ക് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്ന നമ്പറിൻ്റെ ലൊക്കേഷൻ ഒരു പേര് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനായി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കാണുന്നത്. ഇൻറ്റ് എ എന്ന് പറയുന്ന ഈ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഇൻറ്റിജർ നമ്പർ സ്റ്റോർ ചെയ്യാം. ഫ്ലോട്ട് മൈ നമ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു ഐഡന്റിഫയറിലേക്ക് ഒരു ഡെസിമൽ പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ ഡിക്ലറേഷനും ഏറ്റവും അവസാനമായി സെമി കോളം കൊണ്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കണം. ഇതാ ഇവിടെ ഒരു ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഉദാഹരണം ഇവിടെ നോക്കാം. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീവേഡ്സിനെ C++ലെ നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കീവേഡ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പേജുമായി ലിങ്ക് ചെയ്യിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു പേജ് ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് ഇൻക്ലൂഡ് iostream.h ഇൻപുട്ട് ഔട്ട്പുട്ട് stream.h. അതിനുശേഷം ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യണം. ഇതിനായി 2 വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു, എയും ബിയും. റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിനായി റിസൾട്ട് എന്ന ഈ ഒരു വേരിയബിൾ പറഞ്ഞിരിക്കുന്നു. ഓർക്കുക, നമ്മൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾസ് ഇവിടെ പറയാൻ സാധിക്കും. നമ്പർ 1 എന്നോ നമ്പർ 2 എന്നോ അല്ലെങ്കിൽ 6 എന്നോ നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം ഡിഫൈൻ ചെയ്യാം. പ്രോസസ്സിനകത്ത് ഇവിടെ നോക്കാം. ഇവിടെ ഒരു കമൻസ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു നോട്ട് കൊടുത്തിരിക്കുകയാണ്. പ്രോസസ് എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് 5 എന്ന് സ്റ്റോർ ചെയ്യുന്നു, ബി എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് 2 എന്ന് സ്റ്റോർ ചെയ്യുന്നു. അടുത്തതായി എയുടെ വാല്യൂൻ്റെ കൂടെ, അതായത് 5 + 1 6 എയിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ്. ഇവിടെ 5 മാറി ഇപ്പോൾ 6 സ്റ്റോർ ചെയ്യുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ആദ്യമായി അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് ഇപ്പുറത്തേക്കുള്ള ഭാഗമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ ഇക്വൽ ടു സിമ്പിളിന് ഇപ്പുറത്തോട്ടുള്ള ഭാഗമായിരിക്കും എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം എയുടെ വാല്യൂ മാറുന്നതാണ്. ഇനി ഈ 2 വാല്യൂ കുറച്ച് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് റിസൾട്ട്, അതായത് നമ്മൾ മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ റിസൾട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ചെയ്യുന്ന അവിടെ തന്നെ നമ്മൾക്ക് അതിന് ഒരു വാല്യൂ കൊടുക്കാൻ അല്ലെങ്കിൽ ഡീഫാൾട്ട് ആയിട്ട് ഒരു വാല്യൂ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി ഇവിടെ നോക്കാം. ഇൻറ്റ് a = 0. എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ പറഞ്ഞ് അതിനകത്തേക്ക് നമ്മൾക്ക് 0 എന്ന വാല്യൂ തുടക്കത്തിൽ തന്നെ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ചെയ്തു തുടങ്ങുമ്പോൾ ആ പ്രോഗ്രാം ഏതെല്ലാം ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു അത് നമ്മൾ ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ച് നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതിനു വേണ്ടിയും കീവേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇൻറ്റിജർ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇൻറ്റ്, ഡെസിമൽ പോയിന്റ് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഫ്ലോട്ട്, അതേപോലെ തന്നെ ഡെസിമൽ, ആൽഫബറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ക്യാരക്ടർ തുടങ്ങിയവ. C++ പ്രോഗ്രാമിലെ മറ്റ് ചില കീവേഡ്സിനെ പരിചയപ്പെടാം. അതായത് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ASM, ഓട്ടോ, ബൂലിയൻ, ബ്രേക്ക്, കേസ്, ക്യാച്ച് തുടങ്ങിയ വാക്കുകൾ എല്ലാം തന്നെ കീവേഡ്സ് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ ടൈപ്പുകളും വരുന്നതാണ്. അതായത് ഇൻറ്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിൾ തുടങ്ങിയ കീവേഡ്സ്.
അടുത്തതായി സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടാം. ആദ്യമായി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അതായത് ഇക്വൽ ടു സിമ്പിൾ. ഒരു വാല്യൂവിനെ ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് അസൈൻ നൽകണമെങ്കിൽ നമുക്ക് ഇക്വൽ ടു എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണമായി എ എന്ന മെമ്മറിയിലേക്ക് 5 എന്ന ഈ ഒരു വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ഒരു ഉദാഹരണം കാണാം. അടുത്തതായി അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡ്. ഇവിടെ മൊഡ്യൂൾ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിച്ച് രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എടുക്കുവാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് മൊഡ്യൂൾ ഓപ്പറേറ്റർ. അടുത്തതായി കോമ്പൗണ്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അതായത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു തുടങ്ങിയവ. ഇവിടെ എ മൈനസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എ ഈക്വൽ ടു എ മൈനസ് 5 എന്ന് പറയുന്നതിന് തുല്യമാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ ഓപ്പറേറ്ററും. ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓപ്പറേറ്റർ, ഒരു വേരിയബിളിൻ്റെ കൂടെ ഒരു വാല്യൂ കൂട്ടണമെങ്കിൽ നമ്മൾക്ക് എ പ്ലസ് പ്ലസ് എന്ന് പറയാം. ഇത് എ പ്ലസ് ഈക്വൽ ടു 1 എന്നും പറയാം, അല്ലെങ്കിൽ എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറയാം. അതായത് എ ഈക്വൽ ടു എ പ്ലസ് 1 എന്ന് പറയുന്നതിന് തുല്യമാണ് എ പ്ലസ് പ്ലസ് എന്ന് പറയുന്നതും എ പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നതും. ഇതേപോലെ തന്നെയാണ് ഡിക്രിമെന്റ് ഓപ്പറേറ്റർ. അടുത്തതായി റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ രണ്ട് മെമ്മറി ലൊക്കേഷൻസ് തമ്മിലുള്ള റിലേഷൻ പറയുന്നതിനായി റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അതായത് ഒരു വാല്യൂ മറ്റൊരു വാല്യൂ ആയിട്ട് തുല്യമാണോ എന്ന് നോക്കുന്നതിനായി ഇക്വൽ ടു. ശ്രദ്ധിക്കുക, ഒരു ഇക്വൽ ടു എന്നാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അതിനാൽ രണ്ട് വാല്യൂകൾ തമ്മിൽ ചെക്ക് ചെയ്യണമെങ്കിൽ തുല്യമാണോ അല്ലെങ്കിൽ രണ്ട് വാല്യൂകൾ തമ്മിൽ ഇക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വൽ ടു സിമ്പിൾ നൽകേണ്ടതാണ്. നോട്ട് ഇക്വൽ ടു, അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഇക്വൽ ടു, ലെസ് ദാൻ ഓർ ഇക്വൽ ടു. അടുത്തതായി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, അതായത് നോട്ട്, ആൻഡ്, ഓർ. രണ്ട് റിലേഷൻ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ഒരു ഉദാഹരണം നോക്കാം. ഇവിടെ ആദ്യത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കണം. അടുത്തതായി ഓർ ഓപ്പറേറ്റർ, അതായത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയിരുന്നാൽ മതി. അടുത്തതായി കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ്. കണ്ടീഷൻ ഓപ്പറേറ്റർ സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ്. നമ്മൾ നൽകുന്ന കണ്ടീഷൻ റിസൾട്ട് 1, റിസൾട്ട് 2. കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രൂ ആണെങ്കിൽ റിസൾട്ട് 1 എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ റിസൾട്ട് 2 റിട്ടേൺ ചെയ്യും. ഇവിടെ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ഒരു ഉദാഹരണം നോക്കാം. 7 ഈക്വൽ ടു 5. കണ്ടീഷണൽ ഓപ്പറേറ്റർ 4:3. 7 5നോട് തുല്യമാണെങ്കിൽ 3 എന്ന് റിട്ടേൺ ചെയ്യണം. എന്നാൽ 7 5നോട് തുല്യമല്ല, അതിനാൽ 3 എന്ന് 7 5നോട് തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ 4 എന്ന് റിട്ടേൺ ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ 3 എന്ന് റിട്ടേൺ ചെയ്യും. ഇവിടെ 7 5നോട് തുല്യമല്ല, അതിനാൽ 3 എന്ന് റിട്ടേൺ ചെയ്യും. അടുത്തതായി ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഈ ഓപ്പറേറ്റേഴ്സിന്റെ എല്ലാം ഉപയോഗം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗിൽ ഓരോന്നായി നോക്കാം. ഇവിടെ നമുക്ക് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി പ്രോഗ്രാമിലേക്ക് ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഹെഡർ ഫയൽ എന്നാൽ നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന മറ്റ് വേർഡുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി പ്ലസ് പ്ലസ് കമ്പൈലറിന്റെ ഓരോ പേജ് ആയിട്ടാണ്. ആ പേജിനെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്യുവാൻ വേണ്ടിയാണ് ഹെഡർ ഫയൽ, അല്ലെങ്കിൽ ഇവിടെ #include iostream.h തുടങ്ങിയ ഹെഡർ ഫയലുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു പ്രോഗ്രാമിന്റെ കമ്പൈലൈസേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാം കമ്പൈലർ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന കീവേഡ് അല്ലെങ്കിൽ മെയിൻ എന്ന ഫംഗ്ഷനിൽ നിന്നാണ്. ഇവിടെ ഇൻറ്റ് മെയിൻ എന്ന ഈ ഫംഗ്ഷനിൽ നിന്നും കമ്പൈലർ സ്റ്റാർട്ട് ചെയ്ത് ഇതിനകത്ത് ഹലോ വേൾഡ് എന്ന ഈ ഒരു മെസ്സേജ് ഔട്ട്പുട്ടിലേക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എപ്പോഴും ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന്റെ കമ്പൈലൈസേഷന്റെ തുടക്കം മെയിൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ നിന്നായിരിക്കും. മെയിൻ എന്ന ഫംഗ്ഷന്റെ സ്ട്രക്ചർ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കണം. അതായത് ഓപ്പൺ ബ്രേസസ്, ഫംഗ്ഷൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രോഗ്രാം കഴിയുമ്പോൾ ക്ലോസിംഗ് ബ്രേസസ്.
ഇതിനുള്ളിൽ പ്രോഗ്രാം നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ബോഡി ഈ ഒരു ഓപ്പൺ ബ്രേസസ് ക്ലോസിംഗ് ബ്രേസസിനുള്ളിൽ പറയേണ്ടതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സി ഔട്ട്, റിട്ടേൺ തുടങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഇനി നമ്മൾക്ക് വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാം. C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമ്മുടെ രീതിയിൽ മിഡിൽ ലെവൽ ലാംഗ്വേജസ് എന്ന് അറിയപ്പെടുന്നു. അതായത് ഹ്യൂമൻ ബീൻസ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ഇതിനെ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയാം. ഉദാഹരണമായി ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ്. എന്നാൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഭാഷ അത് ബൈനറി കോഡ്സ് ആണ്. അതായത് 1 0. 1 എന്നാൽ കറണ്ട് ഓൺ, 0 എന്നാൽ കറണ്ട് ഓഫ്. ഇതാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഭാഷ. എന്നാൽ നമ്മൾക്കൊരിക്കലും കമ്പ്യൂട്ടറുമായി ഈ ബൈനറി കോഡ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനാലാണ് കമ്പ്യൂട്ടറിൽ C++, ജാവ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ വാക്കിൻ്റെയും ബൈനറി കോഡ്സ് അല്ലെങ്കിൽ മിഷൻ ലെവൽ ലാംഗ്വേജ് അതാത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന വാക്ക് എന്താണോ ആ വാക്കിനനുസരിച്ച് അല്ലെങ്കിൽ ആ വാക്കിന്റെ മീനിങ് കമ്പൈലർ കമ്പ്യൂട്ടറിന് നൽകുന്നതും കമ്പ്യൂട്ടർ അതിനനുസൃതമായി വർക്ക് ചെയ്യുന്നതുമാണ്. ഇതേ രീതിയിൽ കമ്പൈലറിൽ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വാക്കുകളെ കീവേഡ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷിലുള്ള എല്ലാ വാക്കുകളും നമ്മൾക്ക് അതേ രീതിയിൽ C++ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. C++ കമ്പൈലറിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇക്വലന്റ് ആയിട്ടുള്ള മെഷീൻ കോഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആവശ്യത്തിനായി ആപ്ലിക്കേഷൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ മറ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് C++, ജാവ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാണ്. നമ്മുടേതായിട്ടുള്ള വിൻഡോ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മൗസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ, കീബോർഡ് ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ കോഡുകളും അല്ലെങ്കിൽ ഇതിനുള്ള കീവേഡുകൾ ഇതേ ഈ പ്രോഗ്രാമിംഗ് കമ്പൈലറിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതേപോലെ ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. Cout എന്ന ഈ ഒരു വാക്ക് നമ്മൾ ഒരു C++ എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ Cout എന്ന വാക്കിന്റെ മീനിങ് അല്ലെങ്കിൽ Cout എന്ന ഈ ഒരു കീവേഡ് ഉപയോഗിക്കുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് എന്താണോ അത് ഔട്ട്പുട്ടായ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യുന്നതാണ്. അത് മോണിറ്റർ ആയാലും അതേപോലെ തന്നെ പ്രിന്റർ ആയാലും. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിനെ ഒന്ന് നോക്കാം. മെയിൻ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് ആദ്യമേ നമ്മൾ Cout എന്ന വാക്ക് പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ Coutന്റെ ഓപ്പറേറ്ററായ എക്സ്ക്യൂഷൻ ഓപ്പറേറ്റർ പറഞ്ഞിരിക്കുന്നു. ഇതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ Cout സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ അടുത്ത മെസ്സേജ് പറഞ്ഞിരിക്കുകയാണ് I am a C++ പ്രോഗ്രാം. ഇവിടെ നിന്ന് ഫംഗ്ഷൻ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമ്മൾ ഒരു C++ കമ്പൈലറിൽ ടൈപ്പ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ വർക്കിംഗ് മെത്തേഡ് എങ്ങനെയായിരിക്കും? C++ കമ്പൈലർ ആദ്യം ചെക്ക് ചെയ്യുന്നത് മെയിൻ എന്ന് പറയുന്ന ഈ വാക്കായിരിക്കും. അതിനുള്ളിലേക്ക് വരും. ഓപ്പൺ ബ്രേസസ് കഴിഞ്ഞ് Cout എന്ന വാക്ക് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായി അല്ലെങ്കിൽ Cout എന്ന വാക്ക് C++ കമ്പൈലറിൽ iostream.h എന്ന പേജിൽ ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള മിഷൻ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ Coutന്റെ മീനിങ് എന്താണെന്ന് കമ്പൈലറിന് അവിടുന്ന് മനസ്സിലാവുന്നതും അതിന് ഇതിനകത്ത് നൽകിയിരിക്കുന്ന മെസ്സേജ് എന്താണോ അത് സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. Cout എന്ന വാക്ക് നമ്മൾ സ്ക്രീനിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ കീബോർഡിൽ നിന്നും നമ്മൾക്കൊരു വാല്യൂ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ cin എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കീവേഡാണ് ഉപയോഗിക്കുന്നത്. ഇതേ രീതിയിൽ മറ്റ് ഒട്ടനവധി കീവേഡുകൾ C++ കമ്പൈലറിൽ ആൾറെഡി ഡിഫൈൻഡ് ആണ്. ഇത് ഓരോന്നായി നമ്മൾക്ക് പരിചയപ്പെടാം. അടുത്തതായി ഈ ഒരു ചെറിയ പ്രോഗ്രാമിങ്ങിനെ നമ്മൾക്ക് C++ൽ ഒന്ന് ചെയ്തു നോക്കാം. ഇതിനായി C++ന്റെ ടർബോ എഡിറ്റർ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ C++ എഡിറ്ററാണ് ഇവിടെ ഓപ്പൺ ചെയ്തു തന്നിരിക്കുന്നത്.
ഈ പ്രോഗ്രാം നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇതാ ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ സിമ്പിൾ C++ പ്രോഗ്രാം ഒന്ന് നോക്കാം. ആദ്യമേ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലൈൻ, ഇതിനെ കമന്റ് ലൈൻ എന്നാണ് പറയുന്നത്. അതായത് പ്രോഗ്രാം ചെയ്യുമ്പോൾ എവിടെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ഒരു നോട്ട്സ് നൽകണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ കമന്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൾട്ടി ലൈൻ കമന്റ്സ് ആണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ ലൈൻസ് ഉള്ള എന്തെങ്കിലും ഒരു നോട്ട്സ് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ടൈപ്പ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ടൈപ്പ് ചെയ്ത് വെക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ */ എന്ന ഈ ഒരു കമന്റിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിളിനുള്ളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലൈൻ നമ്മൾക്ക് നോട്ട്സായി അല്ലെങ്കിൽ കമന്റായി ടൈപ്പ് ചെയ്ത് വെക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ കമന്റ് എൻറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ കമന്റ് എൻഡ് ചെയ്യുന്നിടത്ത് ഇവിടെ */ കൊണ്ട് എൻഡ് ചെയ്തിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പ്രോഗ്രാമിന്റെ തുടക്കം അല്ലെങ്കിൽ C++ കമ്പൈലർ ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത് മെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷനിൽ നിന്നാണ്. ആദ്യമേ ചെക്ക് ചെയ്യുന്നത് cout എന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. cout എന്ന സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് നമ്മൾ C++ കമ്പൈലറിൽ പറഞ്ഞിരിക്കുന്ന iostream.h എന്ന പേജിലാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ C++ കമ്പൈലർ അല്ലെങ്കിൽ cout എന്ന കീവേഡ് എന്തിനാണെന്ന് കമ്പൈലർ മനസ്സിലാക്കി, അതായത് ഔട്ട്പുട്ടിലേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്ട്രിങ്ങിനെ, ഈ ഒരു മെസ്സേജിനെ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പ്രിന്റ് ചെയ്യും. getch എന്ന് പറയുന്നത് ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റേതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നവരെ ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും ഒരു വാല്യൂ റീഡ് ചെയ്യാനുള്ള മറ്റൊരു ഫംഗ്ഷനായി അറിയപ്പെടുന്നതാണ് getch. ഈ ഒരു പ്രോഗ്രാം നമ്മൾക്കൊന്ന് കമ്പൈൽ ചെയ്യാം. കമ്പൈൽ ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ അത് കമ്പൈലർ എറർ കാണിക്കുകയാണെങ്കിൽ Alt+C കൊടുത്ത് അല്ലെങ്കിൽ ഇവിടെ കാണുന്ന കമ്പൈൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു എറർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ആ എറർ എന്താണെന്ന് അറിയണമെങ്കിൽ കീബോർഡിൽ നിന്ന് എൻ്റർ കീ യൂസ് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ നെയിം തെറ്റിയിരിക്കുകയാണ്. getch എന്നാണ് ഫംഗ്ഷന്റെ പേര്. ഇപ്പോൾ ഇവിടെ ഞാൻ getch എന്ന് മാറ്റുന്നു. ഇനി നമ്മൾക്ക് കമ്പൈൽ ചെയ്യാം. ഇതാ എറർ 0 ആയി കാണാം. ഇതേ രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പ്രോഗ്രാമിങ്ങിൽ ഏതെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് എറർ കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യേണ്ടതാണ്. അതായത് cout സ്റ്റേറ്റ്മെന്റ് അവസാനം സെമിക്കോളൻ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ getchൽ സെമിക്കോളൻ ഉണ്ടായിരിക്കുന്നതാണ്. സെമിക്കോളൻ, ഡബിൾ കോട്ട്സ്, ഈ പറയുന്ന സിമ്പിൾസ് എല്ലാം തന്നെ ഇതേ രീതിയിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പ്രോഗ്രാം കറക്റ്റായി വർക്ക് ചെയ്യുകയുള്ളൂ, ഇല്ലെങ്കിൽ എറർ കാണിക്കുന്നതാണ്. ഉദാഹരണമായി നമ്മൾക്ക് ഇവിടുന്ന് സെമിക്കോളൻ റിമൂവ് ചെയ്ത് നോക്കാം. ഇനി ഇതിനെ കമ്പൈൽ ചെയ്യുന്നു. ഇതാ ഇപ്പോൾ 2 എറർ കാണിച്ചതായി കാണാം. കീബോർഡിൽ നിന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് സെമിക്കോളൻ, കമ്പോണന്റ് സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ്, ക്ലോസിംഗ് ബ്രേസസ്. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എറർ കൊണ്ട് മൾട്ടി ലൈൻ എറർസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ സെമിക്കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എറർ മാറുന്നതാണ്. ഇനി നമ്മൾക്ക് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന റൺ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ Ctrl F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഹലോ വേൾഡ് എന്ന മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്തതായി കാണാം. ഇപ്പോൾ getch എന്ന ഫംഗ്ഷൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ കീബോർഡിൽ നിന്നും ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നതും നേരെ തിരികെ C++ എഡിറ്ററിലേക്ക് തിരികെ വരുന്നതാണ്. ഇവിടെ നമുക്ക് 2 നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ C++ പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാം ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഇവിടെ 2 നമ്പർ അഡീഷന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമായി നമ്മൾ 2 ഹെഡർ ഫയൽസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതായത് ഇൻക്ലൂഡ് iostream.h അതേപോലെ തന്നെ ഇൻക്ലൂഡ് കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്.h. iostream.h എന്ന് പറയുന്നത് നമ്മൾ നൽകിയിരിക്കുന്ന കീവേഡ്സ് ആയ cout, cin തുടങ്ങിയ കീവേഡ്സ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതേപോലെ തന്നെ ക്ലിയർ സ്ക്രീൻ, getch തുടങ്ങിയ ഓപ്ഷനുകൾ വർക്ക് ചെയ്യുന്നതിനായി കൺസോൾഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ conio.h എന്ന ഈ ഒരു ഹെഡർ ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു.
C++ കമ്പൈലർ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് തുടങ്ങുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് മെയിൻ എന്ന് പറയുന്ന ഈ ഒരു കീവേഡിൽ നിന്നാണ്. വോയിഡ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. അതായത് പ്രോഗ്രാം ഡാറ്റയൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിനെ നമ്മൾ മറ്റെവിടെയാണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നത് അവിടേക്ക് വാല്യൂസ് ഒന്നും തിരികെ കൊടുക്കുന്നില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് വോയിഡ് എന്ന കീവേഡ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങേണ്ടത് ഈ പറയുന്ന ഓപ്പൺ ബ്രേസസിലൂടെയാണ്. അതിനുശേഷം ഇത് എല്ലാ C പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ എല്ലാ C++ പ്രോഗ്രാമിങ്ങിന്റെയും ഒരു തുടക്കം ഇങ്ങനെ തന്നെ ആയിരിക്കണം. അതായത് മെയിൻ എന്ന ക്ലാസ്സിൽ നിന്ന് തന്നെ പ്രോഗ്രാം എവിടെ ക്ലോസ് ചെയ്യുന്നു അല്ലെങ്കിൽ മെയിൻ ക്ലാസ് എവിടെ ക്ലോസ് ചെയ്യുന്നു അവിടെ ക്ലോസിംഗ് ബ്രേസസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനുള്ളിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് 2 നമ്പറിന്റെ അഡീഷന് വേണ്ടിയാണ്. 2 നമ്പറിന്റെ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടുന്നത് 2 നമ്പർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റോർ ചെയ്ത് വെച്ച നമ്പേഴ്സിനെ അല്ലെങ്കിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച നമ്പേഴ്സിനെ ആഡ് ചെയ്ത് അതിന്റെ റിസൾട്ടിനെ കൊണ്ടുവന്ന് മറ്റൊരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ കമ്പൈലറിന് ആ റിസൾട്ടിനെ നമ്മൾക്ക് കാണിക്കുവാൻ പറ്റുള്ളൂ. ഏറെ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഏകദേശം വലിയ 2 നമ്പറാണ് നമ്മൾക്ക് കൂട്ടുവാൻ തന്നതെങ്കിൽ നമ്മളതൊരു പേപ്പറിലേക്ക് എഴുതി വെക്കുന്നു. ആദ്യത്തെ 2 നമ്പറും എഴുതി വെക്കുന്നു. റിസൾട്ടും നമ്മൾ കൂട്ടിക്കിട്ടുന്ന റിസൾട്ടും താഴേക്ക് എഴുതുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് C++ കമ്പൈലർ. പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് പ്രോഗ്രാമിലേക്ക് കൊടുക്കേണ്ടുന്നത് അത് ഒരു മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റിസൾട്ടിനെയും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം റിസൾട്ടിനെ ഔട്ട്പുട്ടിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇനി എന്ത് ഡേറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതിവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതാണ് ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ മെമ്മറിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ഇനി വേരിയബിൾ നെയിംസ്. ഒരു മെമ്മറിയെ നമ്മൾ പോയിന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മെമ്മറി ലൊക്കേഷനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഐഡന്റിഫയർ ആണ് അല്ലെങ്കിൽ വേരിയബിൾ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്പർ 1, നമ്പർ 2, അതേപോലെ തന്നെ സം. നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം നൽകാം. അതായത് ഐഡന്റിഫയറിന് നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേരിയബിൾ നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം നൽകുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ നമ്പറിൽ നിന്ന് തുടങ്ങുവാൻ പാടില്ല. അല്ലെങ്കിൽ ഡിജിറ്റുകൾ ഉപയോഗിച്ച് അക്കങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും മെമ്മറി നെയിം അല്ലെങ്കിൽ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ ആദ്യത്തെ അക്ഷരം നൽകുവാൻ സാധിക്കുകയില്ല. എന്നാൽ നമ്പർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡിജിറ്റ് ഉപയോഗിക്കാം. ഇതേപോലെ തന്നെ നമ്പർ 1, നമ്പർ 2 തുടങ്ങിയ അക്ഷരങ്ങൾ ഡിജിറ്റുകൾ വേരിയബിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾക്ക് നൽകുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അണ്ടർസ്കോർ, അതേപോലെ തന്നെ വേരിയബിൾ നെയിം അണ്ടർസ്കോറിൽ തുടങ്ങുവാൻ പാടില്ല. തുടങ്ങിയ കാര്യങ്ങൾ ഒഴിച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള നെയിം വേരിയബിൾ നെയിം ഇവിടെ നൽകാൻ സാധിക്കും. അതായത് നമ്പർ 1 എന്നോ അല്ലെങ്കിൽ NO1 എന്നോ തുടങ്ങിയ എന്തെങ്കിലും നെയിം 3 വേരിയബിൾസിനായി അല്ലെങ്കിൽ 3 മെമ്മറി ലൊക്കേഷനെ നൽകേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ക്ലിയർ സ്ക്രീനെ ക്ലിയർ ചെയ്യുന്നു. അതിനായി CLR/SSCR എന്ന ഫംഗ്ഷൻ, അതായത് ഈ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ മറ്റേതെങ്കിലും കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ക്ലിയർ സ്ക്രീൻ എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി യൂസർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മോണിറ്ററിലേക്ക് Cout എന്ന സ്റ്റേറ്റ്മെന്റ് നൽകി കഴിഞ്ഞാൽ അത് മോണിറ്ററിലേക്ക് നമ്മൾ പറയുന്ന മെസ്സേജ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ മോണിറ്ററിലേക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെസ്സേജായ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതും അതിനുശേഷം കീബോർഡിൽ നിന്ന് ഒരു നമ്പർ കിട്ടുവാൻ വേണ്ടി പ്രോഗ്രാം വെയിറ്റ് ചെയ്യുന്നതുമാണ്. നമ്പർ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്പർ 1 എന്ന് പറയുന്ന ഈ മെമ്മറി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം അടുത്ത മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും, എൻ്റർ സെക്കൻഡ് നമ്പർ. പ്രോഗ്രാം വീണ്ടും വെയിറ്റ് ചെയ്യും. നമ്പർ 2 എൻ്റർ ചെയ്യുന്നത് നമ്പർ 2 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റിൽ ഈ 2 മെമ്മറിയിലെയും വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് സം എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും സ്ക്രീനിലേക്ക് സം ഈക്വൽ ടു സം എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ ക്ലിയർ സ്ക്രീൻ എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രീൻ ക്ലിയർ ചെയ്യാനാണ്. അതിനുശേഷം എൻ്റെ ഫസ്റ്റ് നമ്പർ എന്ന ഈ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് കസ്റ്റം മെസ്സേജാണ്. ഇത് പറയണമെന്നില്ല. എന്നാൽ സീൻ പറഞ്ഞ് നമ്പർ 1ലേക്ക് നമ്പർ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്പർ 2ലേക്ക് നമ്പർ സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെസ്സേജ് പറയണമെന്നില്ല. അതോടൊപ്പം തന്നെ എന്ത് മെസ്സേജ് വേണമെങ്കിലും നമ്മൾക്ക് പറയാൻ സാധിക്കുന്നതാണ്. അതായത് എൻ്റെ ഫസ്റ്റ് നമ്പറിനോ അല്ലെങ്കിൽ എൻ്റെ നമ്പറിനോ ഏത് മെസ്സേജ് വേണമെങ്കിലും അത് യൂസറിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ ഒരു മെസ്സേജും പ്രോഗ്രാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
എന്നാൽ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 1, നമ്പർ 2 ഈ രണ്ട് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതും അതേപോലെ തന്നെ ഔട്ട്പുട്ടായ സം ഈക്വൽ ടു സം എന്ന ഈ വേരിയബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതുമാണ്. ഇവിടെ സം ഈക്വൽ ടു എന്ന് പറഞ്ഞിരിക്കുന്നത് യൂസറിന് മനസ്സിലാക്കാനാണ്, സം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനാണ്. ഇത് പറയാതെ തന്നെ വെറുതെ നമുക്ക് സം പ്രിന്റ് ചെയ്യാനും സാധിക്കും. ഈ സിമ്പിളിനുള്ളിൽ ഈ വേരിയബിൾ നെയിം പറഞ്ഞാൽ മതി. എന്നാൽ ഇതും യൂസറിന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ getch എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത് സ്ക്രീനിലേക്ക് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്യുമ്പോൾ getch എന്ന ഈ ഫംഗ്ഷൻ C++ പ്രോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാനാണ്. കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ വാല്യൂ റീഡ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾ എൻ്റെ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞതിന് ശേഷം C++ പ്രോഗ്രാം വെയിറ്റ് ചെയ്യും. അതായത് നമ്പർ 2 എന്ന വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിലേക്ക് വാല്യൂ കിട്ടുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പർ കീബോർഡിൽ നിന്ന് നമ്പർ കൊടുക്കുന്നവരെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് getch. ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നവരെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യും. അത്രയും പ്രാവശ്യം അല്ലെങ്കിൽ അത്രയും നേരം, അപ്പോഴത്തേക്കും നമ്മൾക്ക് ഈ പ്രോഗ്രാം ഔട്ട്പുട്ട് കാണുവാൻ സാധിക്കും. getch എന്ന ഈ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തില്ലെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് ഉടനെ തന്നെ എൻഡായി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് മോണിറ്ററിൽ കാണുവാൻ സാധിക്കില്ല. അതിനുവേണ്ടിയാണ് getch എന്ന ഈ ഓപ്ഷൻ. അതായത് ഇൻപുട്ടിൽ നിന്ന് ഒരു ക്യാരക്ടർ റീഡ് ചെയ്ത് കിട്ടുന്ന സമയം വരെ റീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നവരെ പ്രോഗ്രാം വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടിയാണ് getch ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യാം. കമ്പൈൽ ചെയ്യുന്നതിനായി കമ്പൈൽ എന്ന ഈ മെനു സെലക്ട് ചെയ്ത് ഇവിടെ കമ്പൈൽ എന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Alt F9 കീ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇപ്പോൾ എറേസ് 0 വാർണിംഗ് 0 ആയിട്ട് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. പ്രോഗ്രാം റൺ ചെയ്യുന്നതിനായി ഇവിടെ റൺ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് കട്ട് കീ ആയ Ctrl F9 കീബോർഡിൽ പ്രസ് ചെയ്യുക. ഇവിടെ റൺ പ്രസ് ചെയ്യുമ്പോൾ ഇതാ നമ്മൾ നൽകിയ മെസ്സേജ്, അല്ലെങ്കിൽ യൂസർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ നൽകിയ മെസ്സേജായ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന ഈ ഒരു ഓപ്ഷൻ കീബോർഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ മറ്റേത് കീ പ്രസ് ചെയ്താലും പ്രോഗ്രാം അടുത്തതിലേക്ക് പോകാതെ ഒരു നമ്പർ കിട്ടുന്നതിനായി വെയിറ്റ് ചെയ്യുന്നതുമാണ്. നമ്മൾ കൊടുക്കുന്ന നമ്പർ ഇവിടെ തന്നെ സെക്കൻഡ് നമ്പർ ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സെക്കൻഡ് നമ്പറിന് വേണ്ടിയുള്ള മെസ്സേജ് വരുന്നതും ഇവിടെ നമ്മൾ സെക്കൻഡ് നമ്പർ നൽകി കഴിഞ്ഞതിന് ശേഷം കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതുമാണ്. അടുത്തതായി രണ്ട് നമ്പർ എൻ്റർ ചെയ്ത് അതിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതേപോലെ തന്നെ ഡിവിഷൻ എന്നിവ ചെയ്യുന്ന പ്രോഗ്രാം നോക്കാം. പ്രോഗ്രാം രണ്ട് ഹെഡർ ഫയലിൽ തുടങ്ങിയിരിക്കുന്നു. കമ്പൈലൈസേഷൻ മെയിൻ ഫംഗ്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ടുന്നത് എത്ര വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ എത്ര മെമ്മറി ലൊക്കേഷനാണ് നമ്മൾക്ക് ആവശ്യമെന്നതാണ്. രണ്ട് നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി, അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട് നമ്പർ സ്റ്റോർ ചെയ്യുന്നതിനായി നമ്പർ 1ഉം നമ്പർ 2ഉം എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ അഡീഷൻ സ്റ്റോർ ചെയ്യുന്നതിനായി സം എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. സബ്ട്രാക്ഷൻ സ്റ്റോർ ചെയ്യുന്നതിനായി സബ് എന്ന വേരിയബിൾ, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിനായി മൾട്ടിപ്ലിക്കേഷൻ എന്ന വേരിയബിൾ, ഡിവിഷൻ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നതിനായി ഡിവിഷൻ എന്ന വേരിയബിൾ. ഇത്രയും റിസൾട്ടാണ് നമ്മൾക്ക് ആവശ്യം. അതായത് സം, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതേപോലെ തന്നെ രണ്ട് നമ്പർ സ്റ്റോർ ചെയ്യുന്നു. സ്ക്രീൻ ക്ലിയർ ചെയ്തതിന് ശേഷം അടുത്തതായി രണ്ട് നമ്പർ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് നൽകിയിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പായി ഒരു കമന്റ് നൽകിയിരിക്കുന്നതായിരിക്കാം. ഇവിടെ കമന്റ് നൽകിയിരിക്കുന്നത് റീഡിംഗ് 2 വാല്യൂസ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എന്നൊരു കമന്റ് ഇവിടെ നൽകിയിരിക്കുന്നതായി കാണാം. C++ൽ രണ്ട് രീതിയിലുള്ള കമന്റ്സ് ലൈൻസ് ഉണ്ട്. അതായത് സിംഗിൾ ലൈൻ കമന്റ്സും അതേപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ്സും. കമന്റ്സ് എന്നാൽ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ മറ്റൊരാൾ പ്രോഗ്രാം നോക്കുന്ന മറ്റൊരാൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുന്ന പോയിന്റുകൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോട്ട്സ് നൽകുന്നത്. ഇതൊരിക്കലും C++ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുകയില്ല. ഇത് നമ്മൾക്ക് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ കമന്റ്സ് നൽകണമെന്ന്, അല്ലെങ്കിൽ നോട്ട് നൽകണമെന്നുണ്ടെങ്കിൽ സിംഗിൾ ലൈൻ കമന്റ്സ് ആണ് നൽകേണ്ടതെങ്കിൽ //ഉം, അതല്ല മൾട്ടി ലൈൻ കമന്റ്സ് ആണ് നൽകേണ്ടതെങ്കിൽ /*നുള്ളിൽ മൾട്ടി ലൈൻ എൻ്റർ ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നിടത്ത് // നൽകി ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇനി എൻ്റർ 2 നമ്പേഴ്സ് എന്ന മെസ്സേജ് ഔട്ട്പുട്ട് മോഡിലേക്ക് നൽകിയതിന് ശേഷം കീബോർഡിൽ നിന്ന് നമ്മൾ നൽകുന്ന രണ്ട് നമ്പർ ഒറ്റ ലൈനിൽ തന്നെ റീഡ് ചെയ്ത് നമ്പർ 1 എന്ന വേരിയബിളിലേക്ക് ആദ്യത്തെ നമ്പറും നമ്പർ 2 എന്ന വേരിയബിളിലേക്ക് രണ്ടാമത്തെ നമ്പറും സ്റ്റോർ ചെയ്യുന്നതാണ്. അടുത്തതായി സം എന്ന ഈ സെക്ഷനിലേക്ക് കമ്പൈലറിന്റെ എക്സിക്യൂഷൻ വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഒരിക്കലും കമാൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യുകയില്ല.
രണ്ട് നമ്പർ, അതായത് നമ്മൾ നൽകിയ രണ്ട് നമ്പറിനെ ആഡ് ചെയ്ത് സം എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്കും രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്കും ഡിവൈഡ് ചെയ്ത് ഡിവ് എന്ന ഈ മെമ്മറി ലൊക്കേഷനിലേക്കും സ്റ്റോർ ചെയ്യുന്നതാണ്. അതിനുശേഷം റിസൾട്ട് ഓരോന്നായി ഡിസ്പ്ലേ ചെയ്യുകയാണ്. സി ഔട്ട് അഡീഷൻ ഈക്വൽ ടു, അതായത് സ്ക്രീനിലേക്ക് അഡീഷൻ ഈക്വൽ ടു എന്ന് ഡിസ്പ്ലേ ചെയ്ത ശേഷം ഇത് മെമ്മറി വേരിയബിൾ ആയതുകൊണ്ടാണ് വീണ്ടും സി ഔട്ട് ഓപ്പറേറ്റർ ഇവിടെ പറഞ്ഞതിന് ശേഷം സം എന്ന ഈ വേരിയബിൾ പറഞ്ഞിരിക്കുന്നത്. സ്ലാഷ് എൻ, ഡബിൾ കോഡ്സിനകത്ത് സ്ലാഷ് എൻ എന്ന് നൽകി കഴിഞ്ഞാൽ ഒരു ലൈനിൽ ആ റിസൾട്ട് മാത്രമേ പ്രിന്റ് ചെയ്യുള്ളൂ. അതിനുശേഷം കർസർ അടുത്ത ലൈനിലേക്ക് വരുന്നതാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പ്രിന്റ് ചെയ്ത ശേഷം മൾട്ടിപ്ലിക്കേഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ മെമ്മറിയിലുള്ള റിസൾട്ട് അവിടെ പ്രിന്റ് ചെയ്യും. വീണ്ടും ലൈൻ ക്ലിയർ ചെയ്ത ശേഷം ഡിവിഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞതിന് ശേഷം ഡിവിഷന്റെ റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നതാണ്. അടുത്ത ഗെറ്റ് സി എച്ച് എന്ന ഈ വാക്ക് ഉപയോഗിച്ച് സ്ക്രീനിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ സ്ക്രീനിലേക്ക് ഏതെങ്കിലും അല്ലെങ്കിൽ കീബോർഡിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നത് പ്രോഗ്രാം വെയിറ്റ് ചെയ്യുന്നവരെ ഈ റിസൾട്ട് നമ്മളെ കാണിക്കുന്നതും അതിനുശേഷം പ്രോഗ്രാം എൻഡ് ചെയ്യുന്നതുമാണ്. ഇവിടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാൻ അതിനുശേഷം റൺ ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് നമ്പർ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് ഇവിടെ വന്നതായി കാണാം. ഇവിടെ രണ്ട് നമ്പർ എൻ്റർ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്പർ എൻ്റർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സെക്കൻഡ് നമ്പർ എൻ്റർ ചെയ്യുന്നു. ഇത് അതിൻ്റെ അഡീഷൻ ഈക്വൽ ടു ഡിസ്പ്ലേ ചെയ്ത് കാണാം. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം സെപ്പറേറ്റ് ലൈനിൽ പ്രിന്റ് ചെയ്തതായി കാണാം. ഇപ്പോൾ ഗെറ്റ് സി എച്ച് എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഗെറ്റ് സി എച്ച് നമ്മളിൽ നിന്നും ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ തിരികെ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുന്നതാണ്. ഇവിടെ എല്ലാം സെപ്പറേറ്റ് ലൈനിലേക്ക് പ്രിന്റ് ചെയ്തത് സ്ലാഷ് എൻ എന്ന ഈ ഒരു എസ്കേപ്പ് ക്യാരക്ടർ യൂസ് ചെയ്തിട്ടാണ്.